നിരത്തിലെ പരിശോധനയ്ക്കിടെ ലൈസൻസ് ഇല്ലാതെ ബസ് ഓടിച്ച ഡ്രൈവർ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലാവുകയാണ്. പാതി വഴിയിൽ യാത്രക്കാരെ ഇറക്കി വിടാതിരിക്കാൻ ശേഷിക്കുന്ന ദൂരം ബസ്സിലെ ഡ്രൈവറായി മാറി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. കണ്ണൂർ 3 നിരത്ത് മുതൽ പാറപ്പുറം വരെ 10 കിലോമീറ്ററോളം ദൂരമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ സജി ജോസഫ് ബസ് ഓടിച്ചത്. തലശ്ശേരി കിട്ടാനുള്ളത് നിയമം ലംഘിച്ചുള്ള ഡ്രൈവിങ്ങും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ പതിവാവുകയാണ്. അപ്പം അതിനിടയിലാണ് കണ്ണൂരിലെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നിരത്തിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ലൈസൻസ് ഇല്ലാതെ ഈ ബസ് ഓടിച്ചു പോകുന്നത് കണ്ടത്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ആ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നമുക്ക് വ്യക്തമാക്കും. AMVI സാർ നമുക്കൊപ്പം ഉണ്ട്, സജി ജോസഫ് സാർ. എന്താണ് സംഭവിച്ചത് ഇന്നലെ? ബസ്സുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതായിട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി RTO ഉണ്ണികൃഷ്ണൻ സാർ നമ്മളെ നിർദ്ദേശിച്ച് ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു. 3 പേര് എന്ന സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ വണ്ടി പരിശോധിച്ചത്. ഈ വണ്ടി മാത്രമല്ല, 2 വണ്ടി പരിശോധിച്ചു. അതിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത 2 ബസ്സുകാരെ നമ്മൾ വാൺ ചെയ്ത് വിട്ടു. യാത്രക്കാരും പൈസ കൊടുക്കണ്ട എന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അങ്ങനെ പറഞ്ഞു വിട്ടു. അതാണ് അവർക്ക് കൊടുത്ത ശിക്ഷ. പിന്നെ ഉള്ളത് ഈ ബസ്സാണ്, അനുശ്രീ എന്ന ബസ്സാണ്. അനുശ്രീ ബസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡ്രൈവർക്ക് ലൈസൻസ് എക്സ്പയറി ആയി എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ല. വാലിഡ് ഇല്ലാത്ത ലൈസൻസ് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്തൊരവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ വെച്ച് നമുക്ക് ആ വാഹനം ആ ഡ്രൈവറെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് വിടാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. കണ്ടക്ടർ ലൈസൻസും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യാവുന്ന ആകെ ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ അവിടെ ബസ് സീസ് ചെയ്യും, യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു മാനുഷിക പരിഗണന വെച്ച് നമുക്ക് ചെയ്യാൻ തോന്നിയില്ല. നമ്മൾ വണ്ടി ആ ഡെസ്റ്റിനേഷനിലേക്ക്, അവിടെ ഇറങ്ങേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. സാർ ഓടിച്ചു? ഞാൻ ഓടിച്ചു. അതിനുശേഷം വണ്ടി പരിശോധിച്ച ശേഷം ആ വണ്ടിക്ക് ഫെയിൽ സേഫ് ബ്രേക്ക്, പിന്നെ VLTD കണക്ഷൻ ഇല്ല, സ്പീഡ് ഗവർണർ കണക്ഷൻ ഇല്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആ വണ്ടി നമ്മൾ CFX കൊടുത്തു. എന്ന് പറഞ്ഞാൽ CF ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരു ഡ്രൈവർ ഒരു വാഹനം ഓടിച്ച് എന്തെങ്കിലും അപകടം പറ്റിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണ്? അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ കൈയൊഴിയും. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിച്ചു അവർ എങ്ങനെയെങ്കിലും ഒഴിവാകാനാണല്ലോ അവർ ശ്രമിക്കുക. അവർ ലോയർ വെച്ച് ഒഴിവാകാനാണ് സാധ്യത. അത് വിക്ടിംസ് ആവുന്നത് യാത്രക്കാരായിരിക്കും. അവർക്കാണ് അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാവുന്നത്. മെയിനായിട്ട് നമ്മൾ കുറഞ്ഞ റേറ്റിൽ കണ്ടക്ടർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്, ഹെവി ലൈസൻസും കൊടുക്കുന്നുണ്ട്. യോഗ്യതയുള്ള ആളുകൾ മാത്രം, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടിക്കാൻ വന്നാൽ മതി. കണ്ടക്ടർ ലൈസൻസ് ഓൺലൈൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. പലരും ഈ ലൈസൻസ് എടുത്തതിന് ശേഷം പുതുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതാണ് സാധാരണഗതിയിൽ ഇങ്ങനെ പരിശോധനയൊക്കെ നടത്തിയാൽ, ഇങ്ങനെ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനം പിന്നെ ഓടാൻ അനുവദിക്കില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ആ യാത്രക്കാരെ കൊണ്ട് ഇവർ തന്നെ വാഹനം ഓടിച്ചു കൊണ്ടുപോയി കൃത്യസ്ഥലത്ത് കൊണ്ട് ഇറക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഫെലിക്സ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഫെലിക്സ്, എത്ര പറഞ്ഞാലും നിയമം ലംഘിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ, തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം, യാതൊരു മാറ്റവുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തതും ഒരു നല്ല കാര്യം തന്നെയാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരെയും കൃത്യസ്ഥലത്ത് എത്തിക്കുക തന്നെ ചെയ്തു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, എല്ലാ ദിവസവും ഓരോ അപകട വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ബസ്സാണ്, ബസ്സിലെ ഡ്രൈവർക്കാണ് ലൈസൻസ് ഇല്ലാത്തത്. നമ്മൾ ഓർത്തു നോക്കുക, ഒരു ബസ്സിലെ അത്രയധികം പേരുടെ ജീവൻ വെച്ച് പന്താടുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. അതേസമയം ഒരുപക്ഷെ ഡ്രൈവർ കരുതിയിട്ടുണ്ടാകും, താൻ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ആളാണ്, ലൈസൻസ് ഇല്ലെങ്കിൽ എന്താ, പുതുക്കിയില്ലെങ്കിൽ എന്താ, എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് അടക്കം ഒരുപക്ഷെ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചു വേണം ഇങ്ങനെ വാഹനം ഓടിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഈ സാധാരണഗതിയിൽ ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു ബസ് പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബസ്സിലെ യാത്രക്കാരെ അവിടെ ഇറക്കി വിടുകയും അടുത്ത ബസ്സിൽ കയറ്റി വിടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ MVD ഉദ്യോഗസ്ഥൻ ചെയ്തത്. MVD ഉദ്യോഗസ്ഥൻ തന്നെ വാഹനം ഓടിക്കാൻ തയ്യാറായി എന്നതാണ്. അതായത് AMVI ആയിട്ടുള്ള
സജി ജോസഫ്. അദ്ദേഹം മൂന്നുപെരിയ മുതൽ പിണറായിലെ പാറപ്പുറം വരെ ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം തന്നെ ഈ ബസ് എടുത്തു. അദ്ദേഹം തന്നെ ഈ പറയുന്ന പല സ്ഥലങ്ങളിലെ ആളുകളെ ഇറക്കി കയറ്റി അങ്ങനെ അതെ, 10 അതാണ് കിലോമീറ്റർ കൂടി പ്രധാനം. എത്തിച്ചു എന്തായാലും എന്നതാണ്. ഇങ്ങനെ ഒരു അവർ ഡ്യൂട്ടിക്കിടയിൽ അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്. അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടാക്കാതെ വഴിയിൽ ഇറക്കി വിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിരത്തിലെ നിയമലംഘനങ്ങളൊക്കെ പാടില്ല കേട്ടോ, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ശരി ഫെലിക്സ്.